മാന്തരയിൽ വീട്ടിൽ മണിമകൻ വിനയ്കുമാർ ഹാജരുണ്ടോ? എന്താ റെസ്പോൺസ് ഒന്നും കേൾക്കാത്തെ? ഉണ്ട് എന്ന് പറയും. നമസ്കാരം, റേഡിയോ ബാങ്ക് സ്പോട്ട്ലൈറ്റ് ഹോട്ട് സീറ്റില് ഇന്ന് എന്റെ കൂടെ വിനയ് ഫോർട്ട്. അല്ല, ഇത്രയും മനോഹരമായിട്ടുള്ള വലിയൊരു പേര് വെട്ടിച്ചുരുക്കി വിനയ് ഫോർട്ട് എന്നാക്കിയതിന്റെ പിന്നിലുള്ള ഒരു ചെയ്തോ വികാരം എന്തായിരുന്നു? നിങ്ങൾ പറഞ്ഞ അത്ര നീളം എന്റെ പേരിനില്ല. എന്റെ പേര് വിനയ് കുമാർ എം എം എന്നുണ്ടായിരുന്നു. എന്ത് രസമുള്ള പേരല്ലേ വിനയ് കുമാർ എം എം. നന്നായിട്ടുണ്ട്. കൊച്ചിയിൽ മാത്രം കാണും. അതാണ്. അപ്പൊ ഭയങ്കര കോമൺ പേരാണല്ലോ. പിന്നെ എനിക്ക് കുഞ്ഞായിരിക്കുമ്പോൾ സ്കൂളിൽ തന്നെ എനിക്ക് വിനയ് കുമാർ എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. എന്നെ വീട്ടിൽ ഉണ്ണി ഉണ്ണി എന്നാ വിളിക്കുന്നത്. അപ്പൊ മെജോറിറ്റി ആളുകൾ സ്കൂളിൽ പഠിക്കുമ്പോഴും എന്നെ ഉണ്ണി ഉണ്ണി എന്നാ വിളിക്കുന്നത്. വിനയ് കുമാർ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഉപദ്രവിക്കുന്ന ഫീലാണ്. അല്ല, ഈ വിനയ് ഫോർട്ട് എന്നുള്ളത് ഫോർട്ട് വെച്ചിട്ട് ഫോർട്ടാന്ന് മനസ്സിലായി. പക്ഷെ ആ ഫോർട്ടിന്റെ സ്പെല്ലിംഗിൽ ഒരു എക്സ്ട്രാ ആറെന്തിനെ ഫിറ്റ് ചെയ്ത് അമ്മ ഫിറ്റ് ചെയ്താണോ? അതെ, പ്രകാരം അങ്ങനെ ഒരു പേര് വന്നു കഴിഞ്ഞപ്പോ എന്റെ ബ്രദർ ന്യൂമറോളജിസ്റ്റ് ആണ്, ആസ്ട്രോളജി ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ പുള്ളിയുടെ ഒരു സജഷൻ ആണ്. അപ്പൊ അമ്മക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 6 എക്സ്ട്രാ ഇടും നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ എങ്കിലും ഒരു 6 എക്സ്ട്രാ എടുക്കട്ടെ, അങ്ങനെയെങ്കിലും ഒന്ന് നന്നാവട്ടെ. അതെ. അല്ല, സാധാരണ സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ ഇതൊക്കെ വളരെ വിശ്വാസമുള്ള കാര്യമാണല്ലോ, ഇത്ര ന്യൂമറോളജി. എന്നിട്ട് 2009 ഋതുവിൽ തുടങ്ങി 2016 ഇപ്പൊ മൺസൂൺ മാംഗോസ് വരെ എത്തി നിൽക്കുന്ന ആ ഒരു ജേർണി നോക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ എന്ത് പറയാം? സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തിയുണ്ട് ഒരു പരിധി വരെ. ഒറ്റ വാക്കല്ല, അതൊരു സെന്റൻസ് ആയി. ഞാൻ പറയാം, വെരി പുവർ എന്ന് പറയണോ, പുവർ വേണോ, ആവറേജ് വേണോ, ഗുഡ് വേണോ, വെരി ഗുഡ് വേണോ, എക്സലന്റ് വേണോ, ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. വെരി ഗുഡ്. അതാവുമ്പോ ന്യൂട്രലിൽ നിൽക്കാലോ. അതെ, ഞാൻ പൊതുവെ ഉണ്ടല്ലോ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ എന്റെ പരിമിതികൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാൾ ഞാനാണ്. എങ്കിലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്ത് ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. നീല കളർ ടീഷർട്ട്, ബേജ് കളർ ഹാഫ് ട്രൗസേഴ്സ്, പിന്നൊരു ക്യാപ്പും. ഈ വിനയനെ എപ്പോ കണ്ടാലും ഓരോരോ ലുക്കിലാണ്. സിനിമയിലൊക്കെ അഭിനയിക്കുന്നതിന് മുന്നേ ഇവൻ വിനയുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചാലും പറയണത് ആ ഫോട്ടോ വെച്ച് കടപ്പുറത്തോടെയൊക്കെ ഒരു തലക്കെട്ടൊക്കെ ആയിട്ട് നടന്നിരുന്ന പയ്യനാണ്. അതിനേ മാറി പിന്നെ വേറൊരു ലുക്കിലായത് സിനിമാ നടനായോണ്ടാണോ? ഒരിക്കലും ഞാനുണ്ടല്ലോ ഇപ്പൊ ജീവിതത്തിലും അഭിനയത്തിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഇത് ആഗ്രഹിക്കുന്ന ആളാണ് എപ്പോഴും. എന്തെങ്കിലും മാറ്റങ്ങൾ വേണം ജീവിതത്തിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ബോറടിക്കും കാര്യങ്ങൾ. എന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞു കൊടുത്ത നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണല്ലോ. മറ്റേ ആരെയും ദ്രോഹിക്കാണ്ട് പുതുമകൾ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. എന്നാ ചോദിക്കട്ടെ, ഈ പുതുമയുടെ ഭാഗമായിട്ട് അപ്പിയറൻസിൽ എന്തൊക്കെ മാറ്റം വരുത്തുക? വിഗ് ഒക്കെ വെക്കോ? ഇപ്പൊ വിഗ് എന്ന് പറഞ്ഞ പരിപാടി ഇപ്പൊ നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്നു, ആ കഥാപാത്രത്തിന് എന്താണ് യോജിച്ചത് അത് ചെയ്യാന്നുള്ളതാണ്. യൂഷ്വൽ ഡ്രസ്സിംഗ് പാറ്റേൺ ഇല്ല എനിക്ക്. ഇപ്പൊ എന്റെ മുന്നിലിരിക്കുമ്പോഴേ ഈ തൊപ്പി വെച്ചിരിക്കണം, അങ്ങനെ ഒരു പുതുമയുടെ ഭാഗമായിട്ടാണ്. തൊപ്പിയോടെ വെക്കാറ് എപ്പോഴും? ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല തൊപ്പി വെച്ചിട്ട്. അല്ല, ഞാൻ തോന്നണ കാര്യം തോന്നണ പോലെ ചെയ്യും. അങ്ങനെ ഒരു ഫിക്സ് പാറ്റേൺ ഇല്ല ഒന്നിനും. സ്വന്തം വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാനറിസംസ് ഒക്കെ ഇങ്ങനെ ചോർത്തി എടുത്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. വീട്ടുകാരെ ഒരു കാരണവശാലും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. പക്ഷെ വീട്ടുകാരെ ഇൻവോൾവ് ചെയ്യിക്കാലോ. ചിലർ പറഞ്ഞ കേട്ടിട്ടില്ലേ, എന്റെ ഭാര്യ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞുണ്ടായതിനു ശേഷമാണ് എന്റെ ജീവിതം വെച്ചടി മേപ്പോട്ടായതെന്നൊക്കെ. അങ്ങനെ നോക്കുമ്പോ സൗമ്യ വന്നതിന് ശേഷം വിനയുടെ ജീവിതം എങ്ങനെയാണ്? വെച്ചടി കീഴ്പ്പെട്ടാണോ? ഇല്ല, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല കേട്ടോ. ഒരാൾ വന്നുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്നില്ല. പിന്നെ എപ്പോഴും ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര പോസിറ്റീവായി തോന്നുന്ന ഒരാളാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കൂടുതൽ അവസരങ്ങളുണ്ട്. അല്ലെ, ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പ്രേമം റിലീസായത്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ സംഭവിച്ചിരിക്കുന്നത്. അവനെ വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, അതുകൊണ്ടിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കില്ല ഒരിക്കലും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾക്കും അടിമപ്പെടും. ഈ ഷർട്ട് ഇട്ടുകൊണ്ട് എനിക്ക് ഭാഗ്യം വന്നു, അല്ലെങ്കിൽ ഇയാൾ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഭാഗ്യം വന്നു, അങ്ങനെ വിശ്വസിക്കാൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് തോന്നുന്നില്ല അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത്. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ ഇത് ഇങ്ങനത്തെ വിശ്വാസമൊക്കെ പൊതുവേ കൂടുതലല്ലേ? ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കില്ല. നമ്മളത് ബാധിച്ചിട്ടേ ഇല്ല. അത് ബാധിക്കുന്നില്ല. ഞാൻ എപ്പോഴും സ്വതന്ത്രനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നെ ഒരു ചങ്ങലക്കും ടൈ ചെയ്യാൻ പറ്റാതെ. സൗമ്യക്കും പറ്റിയിട്ടില്ല എന്ത് കെട്ടുമുറുക്കാൻ ടൈ ചെയ്യാൻ? ഇല്ലില്ല, നമ്മൾ പരസ്പരം ചെയ്യാറില്ല. ഒരു പേഴ്സണൽ സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം. തീർച്ചയായിട്ടും സൗമ്യയുടേതായ ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. അതിലേക്ക് ഞാൻ ഒരിക്കലും ഇന്റർഫിയർ ചെയ്യില്ല. അവളുടെ ഇഷ്ടങ്ങൾ അവളുടേതാണ്, എന്റെ ഇഷ്ടങ്ങൾ എന്റേതാണ്. ഇനി വിനയ് ഫോർട്ട് എന്ന് പറയണ്ട, മൺസൂൺ മാംഗോസ് എന്ന സിനിമയില് DP പള്ളിക്കൽ എന്ന് പറഞ്ഞ ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടറിനോട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മിഖായേൽ. ഈ മിഖായിലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് ഹോളിവുഡിൽ കയറി പറ്റുക. പക്ഷെ ഇവിടെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിംഗ് പഠിച്ച വിനയ് ഫോർട്ട് പിന്നെ എന്തിനാ കേരളത്തിലേക്ക് വണ്ടി കയറി? എന്തുകൊണ്ട് ബോംബെയിലേക്ക് വണ്ടി കയറിയില്ല? പൂനെന്ന് ബോംബെയിലേക്ക് എളുപ്പം വണ്ടി കയറാൻ. ഞാൻ ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ 20 പേര് ഉണ്ടായിരുന്നു. 18 പേരും ബോംബെയിലുണ്ട്. ഞാനും എന്റെ സുഹൃത്തും മാത്രം. അവൻ കൽക്കത്തക്ക് പോയി, ഞാൻ കേരളത്തിലേക്ക് തിരികെ വന്നു. അപ്പോൾ എനിക്ക് പോകുമ്പോഴേ ക്ലിയർ ആയിരുന്നു കാര്യം. എനിക്ക് അഭിനയത്തിനോടുള്ള പാഷൻ, അതാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. എന്നെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനും അല്ലെങ്കിൽ എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മീഡിയം ലാംഗ്വേജ് എന്റേതാണ്. ഞാൻ ഒരു മലയാളിയാണ്. ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളെല്ലാം ഇവിടെയാണ്. പക്ഷെ ഈ പറയുന്ന സംഭവം ബോളിവുഡിലും കിട്ടില്ലേ? ഇല്ല, ഈ ഭാഷയിലാണ് എനിക്ക് ഏറ്റവും നന്നായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഹിന്ദി വലിയ മോശമായിരുന്നോ? ഹിന്ദി അത്യാവശ്യം ഞാൻ പറയൂ.
പഠിക്കുമായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈമിന്, കാര്യം ഞാൻ 2-2.5 വർഷം കൊണ്ട് അത്യാവശ്യം നന്നായി ഹിന്ദി പഠിച്ചിരുന്നു. പക്ഷെ എങ്കിലും അത് ഞാൻ എന്നെ തന്നെ പ്രൂവ് ചെയ്യട്ടെ, ഞാനൊരു ബെറ്റർ ആക്ടർ, ഒരു ഡീസന്റ് ആക്ടർ, അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു എക്സെപ്ഷണൽ വർക്ക് ഞാൻ ഇവിടെ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ള ഇൻഡസ്ട്രികളിൽ നിന്ന് എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ല, ബാക്ക് ടു പൂന ഡേയ്സ്. പൂനെയിൽ 2 വർഷത്തെ ആക്ടിംഗ് കോഴ്സിനല്ലേ ചേർന്നിരുന്നത്? ഈ 2 വർഷം കൊണ്ട് എന്തൊക്കെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള? അയ്യോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായ 2 വർഷങ്ങൾ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്പെൻഡ് ചെയ്തതാണ്. എന്നാൽ അതിന്റെ ലക്ഷറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് 2-2.25 വർഷം ഒരു ടെൻഷനും ഇല്ല. നമ്മള് സിനിമ ശ്വസിക്കുന്നു, വേറെ ഒന്നുമില്ല. ഇപ്പൊ വീട്ടിലാണെങ്കിൽ അമ്മ പറയും, മോനെ പോയി സവാള വാങ്ങിയിട്ട് വാ, അല്ലെങ്കിൽ ഈ ചേട്ടത്തിയുടെ കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ മരിച്ചു അവിടെ പോകും എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. ഇൻസ്റ്റിറ്റ്യൂട്ടിലാകുമ്പോൾ വേറെ ഒന്നുമില്ല. ആക്ടിംഗ് ക്ലാസ്സസ് ഉണ്ടാവുന്നു, വൈകിട്ട് സ്ക്രീനിങ്ങിന് പോകുന്നു. പിന്നെ ഞാനും സുഹൃത്തുക്കളൊക്കെ കൂടി പരസ്പരം സംസാരിക്കുന്ന കൂടുതലും സിനിമയും അഭിനയവും. അങ്ങനെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ 2 വർഷങ്ങളായിരുന്നു അത്. ഈ മനോഹരമായ 2 വർഷത്തിനിടയ്ക്ക് ഒരു ഫിലിം അപ്രിസിയേഷൻ കോഴ്സ് ഞാൻ പറയുമ്പോ എന്താ വിനയുടെ മനസ്സിൽ ആദ്യം വരുന്നത്? ഫിലിം അപ്രീസിയേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, അവിടെ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഫിലിം അപ്രീസിയേഷൻ കോഴ്സിൽ. എന്റെ ഒരു സുഹൃത്ത്, ഒരു പാർവതി എന്ന് പറഞ്ഞ കുട്ടി പഠിച്ചിരുന്നു. എന്റെ വളരെ നല്ല സുഹൃത്താണ്. നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ഒന്നും ആയിരുന്നില്ലല്ലോ? അല്ല, ഇതേപോലെ ഞാൻ സെക്കൻഡ് ഇയർ പഠിച്ചപ്പോൾ എന്നേലും സീനിയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവിടെ പഠിച്ചു. എന്റെ വളരെ നല്ല സുഹൃത്താണ്. അന്നും സുഹൃത്തായിരുന്നു, ഇന്നും എനിക്കുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരാളാണ്. ഇപ്പോഴും കോൺടാക്ട് ഒക്കെ ഉണ്ട്? തീർച്ചയായിട്ടും. ഞാൻ എപ്പോ വേണമെങ്കിലും ഫോൺ ചെയ്ത് കൈ തരാം. അയ്യോ വേണ്ടേ. ഇങ്ങനെ ചില സൂചനകളൊക്കെ എനിക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടി. അതെല്ലേ, അവിടെ ഒരു അപ്രിസിയേഷൻ കോഴ്സ് ഉണ്ടെന്നും അവിടെ ഒരു മലയാളി പെൺകുട്ടി ഉണ്ടായിരുന്നു. അതെ, നമ്മള് അന്ന് തുടങ്ങിയ അടിയാണ് ഇന്നും അവസാനിച്ചിട്ടില്ല. അപ്പൊ പഠിക്കുന്ന കാലത്ത് അന്നത്തെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇപ്പോഴും കോൺടാക്ട് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാ ആണ്. എനിക്ക് സോഷ്യൽ മീഡിയനോടുള്ള ഏറ്റവും വലിയൊരു നന്ദി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഭയങ്കര അപ്ഡേറ്റഡ് ആണ്, ഞങ്ങൾ കണക്റ്റഡ് ആണ്. വിനയ്, എന്താണോ ഈ റൗണ്ടിൽ ഞാൻ വിനയനെ കൊണ്ട് അധികം ഒന്നും ആലോചിപ്പിക്കില്ല കേട്ടോ. ഓക്കെ, പെട്ടെന്ന് വിടുന്ന ഉത്തരമൊക്കെ പറയണേ. പറയും. ക്വസ്റ്റ്യൻ നമ്പർ 1, മലയാള സിനിമയിൽ അഭിനയിക്കാൻ അറിയാത്ത 3 പേരുടെ പേര് പറയാൻ പറഞ്ഞ? ഒരിക്കലും പറയില്ല. അല്ല, ഞാൻ ആളുകളെ ജഡ്ജ് ചെയ്യാൻ ആളല്ല ശാലിനി, അതുകൊണ്ട് ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. പക്ഷെ അങ്ങനെ ആരെങ്കിലും മനസ്സിലുണ്ടോ? മനസ്സിൽ വെച്ചാൽ മതി. തീർച്ചയായിട്ടും. അത് പറയണ്ടല്ലേ, 3-ലൊന്നും ഒതുങ്ങില്ല എന്ന് പറഞ്ഞാ ഞാൻ വേണ്ട, ബുദ്ധിമുട്ടണ്ട. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിനയ് ഫോർട്ട് ഒരു നടനാണോ താരമാണോ? നടനാണ്. വിനയ് ഇപ്പൊ എന്റെ മുന്നിൽ വന്നിരിക്കുമ്പോഴും എന്നോട് സംസാരിക്കുമ്പോഴും ഒരു സാധാരണ ആളെ പോലെ സംസാരിക്കണേ. ഞാനൊരു സാധാരണ ആളാണ്, സാധാരണ മനുഷ്യനാണ്. ആണാണ്. ആ സാധാരണക്കാരനോട് ഞാൻ ചോദിക്കട്ടെ, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കടവന്ത്ര വരെ ബസ്സിൽ വരാനുള്ള മിനിമം കൂലി എത്രയാ? മിനിമം കൂലിയല്ല, സാധാരണ കൂലി എത്ര അറിയോ? ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കടവന്ത്ര ഡയറക്റ്റ് ബസ്സില്ല. വളഞ്ഞ വഴി വന്നാ മതി. എന്തിനും ബസ് എനിക്ക് വേണ്ടി വളഞ്ഞ വഴി വരുമോ? ഇല്ല, ഒരിക്കലും വരില്ല. 2 ബസ് മാറി കയറി വന്നാ മതി. 2 ബസ് മാറി കയറി? ഞാൻ ബൈക്കുണ്ടോ? ഞാൻ ബൈക്കിൽ വന്നോളാം. ബൈക്കൊക്കെ പൂട്ടിക്കെട്ടി വീട്ടിൽ വെക്ക്. എന്നിട്ട് ബസ് ഫെയർ, മിനിമം ബസ് ഫെയർ എത്രയാണെന്ന് അറിയോ? അത് പറ. എനിക്കിപ്പോ അറിഞ്ഞൂടാ, ടു ബി ഫ്രാങ്ക്. 7 രൂപ. ഓക്കെ, താങ്ക്സ്. നീ മറക്കോ? അയ്യോ, കയ്യിൽ നിന്ന് കാശ് പോകുമ്പോഴാണല്ലോ നമ്മൾ ഓർത്തു വെക്കുള്ളൂ. അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം, സിനിമയിൽ അവസരം കിട്ടാൻ ഞാൻ അലഞ്ഞിട്ടുണ്ട്, യെസ് ഓർ നോ? യെസ്. ഡയറക്ടേഴ്സ് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, യെസ് ഓർ നോ? യെസ്. സിനിമയിൽ മേജർ ഇന്റിമേറ്റ് സീൻസ് ഞാൻ ചെയ്യില്ല, യെസ് ഓർ നോ? ചെയ്യും, ധൈര്യമായിട്ട് ചെയ്യും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ ഇപ്പൊ 3 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ 2.5 കോടി ആളുകൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാവും. എനിക്ക് അങ്ങനെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുമ്പോ ഞാൻ അത് ചെയ്യില്ല, ഞാൻ ഇത് ചെയ്യില്ല, അതൊരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അതിപ്പോ എന്തായാലും ഞാൻ ചെയ്യും. എന്നാ അടുത്ത ചോദ്യം, വിനയനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ വിനയ്ക്ക് സങ്കടം വരും, യെസ് ഓർ നോ? യെസ്. അയ്യോ, ആരെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ചാറ്റിന് നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോ എന്റെ അച്ഛനും അമ്മനെയൊക്കെ വിളിക്കും. അതെ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഒരു പക്ഷെ അൺഫ്രണ്ട് ചെയ്യും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ഡാഷ് സിനിമയിൽ അഭിനയിച്ചതിന് 5 പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ജീവിച്ച് പോയിക്കോട്ടെ എന്റെ പൊന്നു ശാലിനി, പ്ലീസ്. സമ്മതിച്ചിരിക്കുന്നു. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചതിന് പൈസ ഒന്നും കിട്ടാത്തതുണ്ട് കേട്ടോ. 50 ദിവസം ഷൂട്ട് ചെയ്തിട്ട് ഓടിയ പടമാണ്, 10,000 രൂപ സിനിമയുണ്ട്. എല്ലാ ആക്ടേഴ്സിന്റെയും ഒരു ആദ്യത്തെ 1 വർഷം 2 വർഷമൊക്കെ വൻ ദുരന്തമായിരിക്കും, സാമ്പത്തികമായിട്ടൊക്കെ കഷ്ടപ്പാടിന്റെ അറ്റമായിരിക്കും. എളുപ്പമല്ല മോളെ കാര്യങ്ങളൊന്നും, വിചാരിക്കണോ അല്ലേ? ഒരിക്കലും. എനിക്കിവിടെ ഒന്ന് ചോദ്യം ചോദിച്ചാൽ മതി മതി. അപ്പോഴേ വിനയ്, സ്കൂൾ കലോത്സവങ്ങളിൽ വിനയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഏതാ? ഞാൻ ഇതുവരെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. എങ്ങനെയാ നമുക്ക് ഈ ഒരു മേഖലയാണ് എനിക്ക് വേണ്ടതെന്ന് തോന്നണേ? ഞാൻ 4ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് നാടകം കളിക്കുന്നത്. ഒന്നാമത് 4ാം ക്ലാസ്സിൽ ഒരു ചെറിയ കുട്ടി തട്ടിച്ച് ആളുകൾക്ക് ഒരു കൗതുകമാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര കയ്യടിയും പരിപാടിയൊക്കെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പരിപാടി കൊള്ളാമല്ലോ, ഞാനൊരു സംഭവമാണല്ലോ. ആളുകളുടെ ആക്സെപ്റ്റൻസ് കിട്ടുക, പിന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്ത് ജീവിക്കുക, യാത്ര ചെയ്യാൻ പറ്റുക, എല്ലാം പറ്റുന്ന ഒരു പ്രൊഫഷൻ ആണല്ലോ. അന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു, വേറെ പണിക്കൊന്നും പോണ്ട ചങ്ങായി, ഇത് പിടിച്ചോ.
ആ പിടിച്ചെന്തായാലും മോശമായിട്ടില്ല, പുളിക്കൊമ്പിൽ തന്നെയാണ് ഇപ്പൊ കയറി പിടിച്ചോണ്ടിരിക്കണത്. റിയാലിറ്റി ഷോയിലൊക്കെ പോയി ജഡ്ജ് ആവാർക്കുണ്ടോ? ഞാൻ റിയാലിറ്റി ഷോസിൽ ജഡ്ജൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ഹെൽത്തി കോമ്പറ്റീഷനിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണ്. ഈ കലോത്സവങ്ങളിൽ പാരന്റ്സിന്റെ താല്പര്യമാണ് മുന്നോട്ട് നിൽക്കുക. കൊച്ചിനെ രാവിലെ ഒരു 3:30-4 മണിക്കൊക്കെ എഴുന്നേപ്പിച്ചിട്ട് കുളിപ്പിച്ചിട്ടുണ്ട്, കഥകളി മാഷിനെ മുമ്പിൽ നിർത്തുക, പിന്നെ ഓട്ടം തുള്ളല്. നമ്മളുടെ ആഗ്രഹങ്ങൾ കുട്ടികളിലൂടെ കാണല്ലേ. അവർക്ക് എന്ത് താല്പര്യമുണ്ട് അവർ ചെയ്യട്ടെ, അതിനെ സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. വിനയുടെ ഓർമ്മയിൽ ആദ്യമായിട്ട് എപ്പോഴാ പത്രത്തിൽ പടം വന്നത്? നാടകം കളിക്കുമ്പോഴായിരുന്നു. കലോത്സവത്തിലെ കുട്ടികളുടെയൊക്കെ ഫോട്ടോ കാണുന്ന സമയത്ത് ഇത് വീണ്ടും ഓർമ്മയൊക്കെ വരുമോ പത്രങ്ങളില്? ഇപ്പൊ വലിയ പത്രങ്ങളിലൊക്കെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ പേര് വരും. അപ്പൊ ഭയങ്കര സന്തോഷമുള്ള കാര്യം. നമ്മള് കാരണം എന്റെ അച്ഛന്റെ അമ്മയുടെയും പേരൊക്കെ പേപ്പറിൽ വരിക, അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എങ്ങനെ ശബ്ദമൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ എടുക്കണോ? വലിയ കുഴപ്പമില്ല. ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ ഭയങ്കര നാണക്കേടാട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഹായ് വിനയ് ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖാണോ? കൂടെ ഉള്ളവരെയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു ആക്ടറാണ് വിനയ് ചേട്ടൻ. സോ താങ്ക് യു. ഒപ്പം വർക്ക് ചെയ്ത ടൈമിലൊക്കെ എന്നെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഊഹം കിട്ടിയോ ഇത് ആരാന്നുള്ളത്? മിയ ജോർജ്. എന്തൊക്കെ കല്ല് വെച്ച നുണയാണോ മിയ പറഞ്ഞത്? ഇല്ലില്ല, ഞാൻ വർക്ക് ചെയ്തതിൽ ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. എല്ലാവരോടും ഒരേപോലെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. അതെ, ഇതോടൊന്നും തീർന്നില്ല. മിയക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട് വിനയോട് ചോദിക്കാനായിട്ട്. ഇത് മിയയാണ്. ചോദിക്കാനുള്ളത് ഇത്രയാണ്. വിനയ് ചേട്ടൻ ഒരു ക്യാരക്ടർ കിട്ടുമ്പോ വിനയ് ചേട്ടൻ സ്വന്തമായിട്ട് അതിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക? ആ ക്യാരക്ടർ മുമ്പ് ചെയ്തിരുന്നതിനേക്കാളും ഡിഫറെന്റ് ആക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ്യൂം വൈസ് ആണെങ്കിലും എന്തെങ്കിലും സ്റ്റൈൽ കൊടുക്കുകയാണോ? എന്ത് രീതിയിലാണ് വിനയ് ചേട്ടൻ ആ ഒരു ക്യാരക്ടറിനെ ഒരു മോൾഡ് ചെയ്യുന്നത്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. അയ്യോ, ഞാൻ ബേസിക്കലി ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ അത് എത്ര തവണ വായിക്കാൻ പറ്റുമോ അത്ര തവണ വായിക്കുക. പിന്നെ ഓൺ ദി സ്പോട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഷട്ടർ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ മാക്സിമം ടൈം ആ കോസ്റ്റ്യൂമിൽ തന്നെ നടക്കുമായിരുന്നു. ഞാൻ വെറുതെ പോയിട്ട് മറ്റേ പാളയം മാർക്കറ്റിന്റെ അകത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഓട്ടോ ഇട്ട് അവിടേക്ക് നിൽക്കുമ്പോൾ ചുരുങ്ങിയ ഒരു 10 പേര് വന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ പോകുന്നു. അപ്പോ ശാലിനി ജോയ് സാറിന്റെ മദറിനല്ലോ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ശ്രീനിയേട്ടന് ഈ ഇലക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ എന്നോട് പറഞ്ഞാടാ ഇന്ന് രാത്രി നമുക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. പറഞ്ഞു ഓക്കെ പറഞ്ഞു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്നു. ഞാൻ ആ കോസ്റ്റ്യൂമിൽ തന്നെയാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നിരുന്നു, ഞാൻ ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോ ജോയ് സാറിന്റെ മദറിനല്ലോ ഇങ്ങനെ വരും, ഇങ്ങനെ നോക്കും, ശ്രീനിയേട്ടനെ നോക്കും, പോവും, പിന്നെ വന്ന് നോക്കും, പിന്നെയും പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു പോയി ജോയ് സാറിനോട് പറഞ്ഞു, എന്റെ ജോയി എല്ലാം കൊള്ളാം, എങ്കിൽ ആ ഓട്ടോക്കാരനാ ശ്രീനിവാസന്റെ ഒപ്പം ഒരു ഭക്ഷണം കൊടുത്തത് ശരിയായില്ല. അത് കിട്ടിയൊരു നല്ല കോംപ്ലിമെന്റ്. വിനയ്, നമ്മൾ പുതിയ റൗണ്ടിലേക്ക് പോവാ. പഞ്ച് ക പഞ്ച് 5 വാക്കുകൾ ഞാൻ പറയും. ഇത് പറയുമ്പോ ആദ്യം മനസ്സിൽ വിനയുടെ എന്താ വരുന്നത് അതങ്ങോട്ട് പറയാം. ആലോചിക്കാൻ സമയം തരില്ല. ആദ്യത്തെ വാക്ക് നടൻ മോഹൻലാൽ, ഫോർട്ട് കൊച്ചി, ബീച്ച്, സിനിമ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. സിനിമ എന്ന് പറയുമ്പോ തന്നെ ആ സിനിമ മാത്രമേ ഓർമ്മയുള്ളൂ? എനിക്ക് പിന്നെ ഒരു 25 സിനിമ പറയട്ടെ. അയ്യോ വേണ്ട, ഞാൻ ചോദിച്ചു എന്റെ തെറ്റ്. പ്രണയം, സൗമ്യ. ഞാൻ ഭാര്യ എന്നല്ല പറഞ്ഞത്, പ്രണയം എന്നാ പറഞ്ഞത്. ഏറ്റവും അധികം പ്രണയിച്ച സൗമ്യനെ. അതുകൊണ്ട് പ്രണയം എന്ന് പറയുമ്പോ സൗമ്യയുടെ പേര് മാത്രമേ ഓർമ്മ വരുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് സിനിമ എന്ന് പറഞ്ഞപ്പോ 25 സിനിമകളുടെ പേര് പറയാന്ന് പറഞ്ഞു. അത് ഇതിൽ പ്രതീക്ഷിക്കണ്ട, സൗമ്യ മാത്രമേ ഉള്ളൂ. ഞാൻ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് അത് മാത്രമേ ഉള്ളൂ. ശരി, അവസാനത്തത് മാംഗോ, മൺസൂൺ മാംഗോസ്. 6 വർഷം കൊണ്ട് 25-ലധികം പടങ്ങൾ. ഇതിപ്പോ എണ്ണെടുക്കാൻ വേണ്ടിയിട്ടല്ല, ചെയ്യുന്ന വേഷങ്ങൾ കാമ്പുള്ള വേഷങ്ങളാണോ നോക്കുന്ന ഒരാളാണ് ഇന്ന് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിന്റെ ഹോട്ട് സീറ്റിൽ എന്റെ കൂടെ ഉള്ളത്. വിനയ ഒരു സിനിമ ഏറ്റെടുക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് കൺവിൻസ് ചെയ്യേണ്ടത് വിനയനെ? ഞാനൊരു വൻ താരമൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ മറ്റേ സാറ്റലൈറ്റ് റൈറ്റ് ഇല്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് അവസരങ്ങളില്ല. എനിക്ക് ലഭിക്കുന്ന പരിമിതമായ അവസരങ്ങളിൽ നിന്ന് ലോജിക് ഉണ്ടാകുന്ന തിരക്കഥകളും ലോജിക് ഉണ്ടാകുന്ന ക്യാരക്ടേഴ്സുമാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. തിരക്കഥ നിങ്ങൾ എക്സൈറ്റ് ചെയ്യിക്കണം, ആ ടീം നിങ്ങൾ എക്സൈറ്റ് ചെയ്യിക്കണം. ഇതാണ് നമ്മുടെ സെലക്ഷന്റെ ഒരു ബേസിക് ക്രൈറ്റീരിയ. ഇത് തന്നെയാണ്. വിനയ്ക്ക് ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് അറിയപ്പെടാനാണോ അതൊരു സിനിമാ നടൻ അറിയപ്പെടാനാണോ കൂടുതൽ താല്പര്യം? ആക്ടർ എന്നറിയപ്പെടാനാണ്. എനിക്ക് ആളുകൾ പലപ്പോഴും ഇയാള് നല്ല ക്യാരക്ടർ ആട്ടോ, എനിക്ക് ശരിക്കും അതൊരു കോംപ്ലിമെന്റ് അല്ല, എനിക്കൊരു ആക്ടറായിട്ട് അറിയപ്പെട്ടാൽ മതി. വെരി ഗുഡ്. അതേപോലെ തന്നെ സ്ഥിരം കേൾക്കുന്ന ഒരു ഡയലോഗാണ്, ഒരല്പം ഓവർ ആക്ടിങ്ങോ വല്ലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയും ഇതെന്താ നാടകോ. ഇങ്ങനെ നമ്മള് ഡേ ടു ഡേ ലൈഫിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ചോദ്യം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? കാരണം നാടകത്തിൽ അഭിനയിക്കാൻ പറഞ്ഞാൽ ചിലറെ കാര്യമല്ല അത് ഫസ്റ്റ്. അപ്പൊ ഓവർ ആക്ടിങ് കണ്ട ഉടനെ തന്നെ നാടകം ഒരിക്കലും അല്ല കേട്ടോ. നാടകത്തിൽ അഭിനയിക്കുന്നത് ഞാൻ മറ്റേ നമ്മുടെ ഗ്രേറ്റ് ആക്ടർ നസറുദ്ദീൻ ഷാ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മലയാളത്തിന്റെ തന്നെ ഞാൻ കണ്ടിട്ട് ബ്രില്യന്റ് ആക്ടർ ഉണ്ട് അഡാട്ട് ഗോപാലൻ എന്ന് പറഞ്ഞ്, അദ്ദേഹം സിനിമകളിൽ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റേജിൽ ഞാൻ അദ്ദേഹം പെർഫോം ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓവർ ആക്ടിങ്ങും തിയേറ്റർ ആക്ടിങ്ങും നമ്മൾ റിലേറ്റ് ചെയ്യരുത്. നല്ല അഭിനയം എന്നും നല്ല അഭിനയമാണ്, മോശം അഭിനയമാണ്. മീഡിയം അറിഞ്ഞ് അഭിനയിക്കുക എന്നുള്ളതാണ്. നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് 5000 പേര് കാണുന്നുണ്ട്, അല്ലെങ്കിൽ 100 റോ ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന ഓഡിയനാണ് എന്റെ ടാർഗറ്റ്. സിനിമയിൽ അത് ക്യാമറയാണ്. അപ്പോൾ ഞാനൊരു നാടക നടനല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ സിനിമാ നടനോ ആവില്ലായിരുന്നു. ഞാൻ ഏതെങ്കിലും കോൾ സെന്ററിലൊക്കെ എന്റെ ജീവിതം അങ്ങനെ നശിഞ്ഞ് ഒന്നും അല്ലാണ്ടായി പോയേനെ. ഞാൻ നാടകത്തിൽ വന്നുകൊണ്ട് മാത്രം. നാടകമാണ് എന്റെ സ്കൂള്. ഞാൻ എന്റെ അച്ഛനും അമ്മയും സ്നേഹിക്കുന്ന പോലെ ഞാൻ നാടകത്തിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട്. ഇത് നാടകീയമാണെന്നൊക്കെ പറയുന്നൊരു
സാധനം ഉണ്ടല്ലോ. അപ്പൊ നല്ല അഭിനയം, മോശം അഭിനയമാണ്. ഒരു സിനിമ കണ്ട നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ പ്രേമം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യമാണ് ഈ സബർജലിക്ക് തോട്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. ചിരിക്കൊന്നും വേണ്ട, കാര്യമായിട്ട് പറഞ്ഞതാ. സബർജലിക്ക് വലിയ വലിയ തോട്ടങ്ങളൊരു ഓറഞ്ച് തോട്ടം പോലെയൊക്കെ തന്നെ ഉണ്ടാവണമെന്ന് എനിക്ക് അപ്പോഴാട്ടോ മനസ്സിലായത്. പോട്ടെ സാരില്ല. പക്ഷെ ഇതേ സബർജലി തോട്ടത്തിന്റെ കഥയാണ് വിനയ് ഫോർട്ട് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിന്റെ ഹോട്ട് സീറ്റിൽ വരുന്നു എന്ന് ഞാൻ ഫേസ്ബുക്കിൽ എന്റെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു സബർജലി തോട്ടത്തിന്റെ കഥയുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. രാജീവ് എന്നാളുടെ പേര്. ആള് ചോദിച്ചെന്നറിയോ, ഈ സബർജലി തോട്ടത്തിന്റെ കഥ പറഞ്ഞ് മലരിനെ പ്രേമത്തിൽ പറ്റിക്കുന്ന പോലെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു പ്രണയം നേടാൻ ഒരു കല്ല് വെച്ചതോടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ സത്യം പറയുന്നത്, ഞാനൊരു വിവാഹത്തിനെ കുറിച്ചാണ് സീരിയസ് ആയിട്ട് ആലോചിച്ചിരുന്നില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ സൗമ്യനോട് എല്ലാ റിയാലിറ്റിയും പറഞ്ഞിട്ടുണ്ട്. എന്റെ എല്ലാ പരിമിതികളും, ഞാൻ എവിടെ താമസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മാസം എത്ര രൂപ ഓൺ ചെയ്യും, ഞാൻ എങ്ങനെ യാത്ര ചെയ്യുന്നു, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കാര്യം നമ്മൾ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ പ്രതീക്ഷയിൽ പോയി ആസിഡ് ഒഴിക്കരുതല്ലോ. സൗമ്യ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് അവൾക്ക്. അപ്പൊ നാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പറയരുതല്ലോ ഇയാൾ എന്നെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ളത്. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സൗമ്യ ഈ സാഹസത്തിന് മുതിർന്നത്. ഇപ്പൊ നല്ല ഹാപ്പിയായി 2 വർഷം ആവാൻ പോകുന്നു. അതെ, അത്യാവശ്യം. ഒരു സിനിമ കണ്ട നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ പ്രേമം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യമാണ് ഈ സബർജലിക്ക് തോട്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. ചിരിക്കൊന്നും വേണ്ട, കാര്യമായിട്ട് പറഞ്ഞതാ. സബർജലിക്ക് വലിയ വലിയ തോട്ടങ്ങളൊരു ഓറഞ്ച് തോട്ടം പോലെയൊക്കെ തന്നെ ഉണ്ടാവണമെന്ന് എനിക്ക് അപ്പോഴാട്ടോ മനസ്സിലായത്. പോട്ടെ സാരില്ല. പക്ഷെ ഇതേ സബർജലി തോട്ടത്തിന്റെ കഥയാണ് വിനയ് ഫോർട്ട് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിന്റെ ഹോട്ട് സീറ്റിൽ വരുന്നു എന്ന് ഞാൻ ഫേസ്ബുക്കിൽ എന്റെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു സബർജലി തോട്ടത്തിന്റെ കഥയുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. രാജീവ് എന്നാളുടെ പേര്. ആള് ചോദിച്ചെന്നറിയോ, ഈ സബർജലി തോട്ടത്തിന്റെ കഥ പറഞ്ഞ് മലരിനെ പ്രേമത്തിൽ പറ്റിക്കുന്ന പോലെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു പ്രണയം നേടാൻ ഒരു കല്ല് വെച്ചതോടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ സത്യം പറയുന്നത്, ഞാനൊരു വിവാഹത്തിനെ കുറിച്ചാണ് സീരിയസ് ആയിട്ട് ആലോചിച്ചിരുന്നില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ സൗമ്യനോട് എല്ലാ റിയാലിറ്റിയും പറഞ്ഞിട്ടുണ്ട്. എന്റെ എല്ലാ പരിമിതികളും, ഞാൻ എവിടെ താമസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മാസം എത്ര രൂപ ഓൺ ചെയ്യും, ഞാൻ എങ്ങനെ യാത്ര ചെയ്യുന്നു, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കാര്യം നമ്മൾ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ പ്രതീക്ഷയിൽ പോയി ആസിഡ് ഒഴിക്കരുതല്ലോ. സൗമ്യ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് അവൾക്ക്. അപ്പൊ നാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പറയരുതല്ലോ ഇയാൾ എന്നെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ളത്. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സൗമ്യ ഈ സാഹസത്തിന് മുതിർന്നത്. ഇപ്പൊ നല്ല ഹാപ്പിയായി 2 വർഷം ആവാൻ പോകുന്നു. അതെ, അത്യാവശ്യം. ഒരു നല്ല നടനാവാൻ വേണ്ട അത്യാവശ്യം വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് വിനയ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? എനിക്ക് കൂടി പറഞ്ഞുതരൂ. സിമ്പിൾ ആയിട്ട് ഞാൻ അതിന്റെ ഡെഫിനേഷൻ പറയാം. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല ഒരു നടനാകുക എന്നുള്ളത്. പണ്ടൊക്കെ ആളുകൾ പറയാറില്ലേ, അതായത് നീ പോയി വല്ല സിനിമയിൽ അഭിനയിക്കണം, നിന്നെ കൊണ്ട് പറ്റുന്നില്ല, നിനക്ക് ബുദ്ധിയില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷെ നല്ല ബുദ്ധി വേണ്ട ഒരു കാര്യമാണ് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹാർഡ് വർക്ക് ആണ് ഇതിന്റെ ഒരു ബേസിക്സ് ആണ്. ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും. ഒരു കഥാപാത്രത്തിന് വേണ്ടി നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, കാര്യം ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യുക ഇമ്പോർട്ടന്റ് ആണല്ലോ. നല്ലൊരു കഥാപാത്രം നല്ലൊരു സംവിധായകന്റെ കീഴിൽ നല്ലൊരു തിരക്കഥയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, ആ കഥാപാത്രത്തിന് റിസൾട്ട് ഉണ്ടാവും. അതാണ് ചുരുക്കത്തിൽ. കൈ നിറയാണ്ട് എങ്ങനെയൊക്കെ മീൻ പിടിക്കാമെന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് പറ്റിയ പണിയല്ല അഭിനയം. അതാണ് വിനയ് ഫോർട്ട് ഇത്ര നേരം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നത്, അല്ലെ? സോ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം ഇത്രയും ദൂരം എത്തിച്ചേർന്ന വിനയ് ഫോർട്ട് ആയിരുന്നു റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിന്റെ ഹോട്ട് സീറ്റിൽ എന്റെ കൂടെ ഇത്ര നേരം ഉണ്ടായിരുന്നത്. സോ ഇനി കേൾക്കാം റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിന്റെ ഹോട്ട് സീറ്റിൽ പുതിയ ഗസ്റ്റുമായിട്ട് നെക്സ്റ്റ് വീക്ക്.